ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും 2025 ഒരു പുതിയ മാസത്തിൻ്റെ ഒരു പുതിയ ദിനത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 10 മാസങ്ങളിൽ ദൈവം വിശ്വസ്തതയോടുകൂടി അവിടുത്തെ വാഗ്ദത്തങ്ങളും അവിടുത്തെ അനുഗ്രഹങ്ങളും നമ്മളുടെ കുറവുകളെയോ നമ്മുടെ ബലഹീനതകളെയോ ഒന്നും ഓർക്കാതെ അവിടുത്തെ കരുണ ദീർഘമാക്കി നമുക്ക് തരുന്ന ഓരോ ദിവസങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നവംബർ മാസം ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് അവിടുത്തെ ആലോചനയ്ക്ക് നമുക്ക് ചെവി ചായ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഇന്ന് സമൂഹത്തിൽ വളരെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള അകൽച്ചകൾ വർദ്ധിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാരണം ലോകത്തിൻ്റെ ജ്ഞാനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ ബദ്ധപ്പാടോടുകൂടി കുഞ്ഞുങ്ങളെ സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ ആക്കുമ്പോൾ പഠനങ്ങളും അവരുടെ ഉപരിപഠനങ്ങളും അവരുടെ ഈ ലോക ജീവിതത്തിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും മാതാപിതാക്കൾ വളരെ തീവ്രതയായിട്ട് വളരെ ജാഗ്രതയായിട്ട് സമയം കളയാതെ അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞ ആലോചന സ്വീകരിക്കുവാനോ അത് അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുവാനോ പരാജയപ്പെടുന്ന മാതാപിതാക്കളെ നമുക്ക് ധാരാളമായിട്ട് ഈ സമൂഹത്തിൽ പരിചയപ്പെടുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ് ഇന്ന് നാം നോക്കുമ്പോൾ ധാരാളം വൃദ്ധസദനങ്ങളും കുടുംബ ബന്ധങ്ങളുടെ അകൽച്ചകളും യാതൊരു സ്നേഹമില്ലാത്തൊരു തലമുറ ഉണ്ടാകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗപിതാവുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിച്ചു കൊടുക്കുവാൻ പരാജയപ്പെടുന്ന മാതാപിതാക്കളായതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു സ്വഭാവ വൈകല്യമുള്ള ഒരു തലമുറയിൽ നാം സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് എന്ന് സങ്കടത്തോടുകൂടി പറയുകയാണ്. ദൈവം എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന? നമ്മളുടെ കുടുംബങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതും നമ്മളുടെ കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ധാരാളം വചനങ്ങൾ നൽകി തന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നതായ ദൈവത്തിൻ്റെ വചനം ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തെ ആധാരമാക്കി നാം വായിക്കുമ്പോൾ ഈ പ്രകാരം അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ ദൈവമായ യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. നിനക്ക് തരുമെന്ന് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിൻ്റെ ഗർഭഫലം, നിൻ്റെ കൃഷിഫലം, ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികളുടെ പേര്, ആടുകളുടെ പിറപ്പെല്ലാം അനുഗ്രഹിക്കപ്പെടുകയും സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും എന്ന വാഗ്ദത്തമാണ് ഇന്ന് പ്രഭാതത്തിൽ മന്നയായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി നാം ആയിരിക്കുമ്പോൾ നമ്മളുടെ ഭവനങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ പാഠശാലയാകേണ്ടത് എന്ന് വളരെ വ്യക്തമാണ്. ഈ പാഠശാലയിൽ രാവിലെയും വൈകിട്ടും അവരോടൊരുമിച്ചിരുന്ന് സ്വർഗീയപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും നാം അവരുമായിട്ട് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങനെ വളരുന്ന ഒരു കുഞ്ഞുങ്ങൾ അവർ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും തളർന്നു പോകാനോ അവർ പിൻപോട്ട് പോകാനോ ഇടയാകാതെ ദൈവമായ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്യുന്ന നല്ല ജീവിതങ്ങൾക്ക് ഉടമകളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് നാം നമ്മുടെ ഭവനങ്ങളിലേക്കൊന്ന് നോക്കിയാൽ കുടുംബ ആരാധനകളുടെ ആ പ്രസക്തി എത്രമാത്രം വൈകല്യപ്പെട്ടിരിക്കുന്നു എന്ന് വാസ്തവമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്നതായ ആരാധനകളെ ദൈവം വെറുക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് ആനന്ദമാക്കണം. ആനന്ദകരമായ ആരാധനയാണ് ദൈവം, ഹൃദയത്തിൽ നിന്ന് വരുന്ന ആരാധനയാണ് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം നമുക്കുള്ളവരല്ല എന്നും ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ജലദൗത്യങ്ങളുമായിട്ട് ആക്കിയിരിക്കുകയാണെന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലാകുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഒരു വേദിയും കൂടിയാണ് കുടുംബാരാധന എന്ന് പറയുന്നത്. ഓരോ ഭവനത്തിലും പ്രാർത്ഥനയുടെയും
സ്തുതിയുടെയും യാഗങ്ങൾ കൊണ്ട് ദൈവം ബഹുമാനിക്കപ്പെടണം. നമ്മുടെ പ്രാർത്ഥനകളുടെ നാഴികകൾ ദൈവത്തെ ബഹുമാനിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് നാം ഇന്ന് സോഷ്യൽ മീഡിയ ആയാലും ഓരോ പ്രോഗ്രാംസ് ആയാലും നമ്മുടെ ആരാധനകളെ ഷെഡ്യൂൾഡ് ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിതമാകുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഈ അവസ്ഥകളിൽ ദൈവത്തെ ആരാധിക്കുന്നത് ഇങ്ങനെയുള്ളതായ സമയബന്ധിതമായിട്ടുള്ള കാര്യമല്ല. നിശ്ചിത സമയം നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. രാവിലെയും വൈകിട്ടുമുള്ള ആരാധനയിലൂടെ സ്വർഗീയപിതാവുമായിട്ടുള്ള ഈടാർന്ന ബന്ധത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുയരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ക്രിസ്തീയ മാതാപിതാക്കൾക്ക് തന്നിരിക്കുന്ന വലിയൊരു കർത്തവ്യമാണ് സ്വർഗീയപിതാവിനെ ഈ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതായ കാര്യം. അതിനെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂയാത്രയുടെ 40-ാമത്തെ വർഷം അവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം എഴുതുകയുണ്ടായി: നിൻ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങളൊക്കെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുക മാത്രമല്ല, ഞാൻ നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വചനങ്ങൾ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് മക്കളോട് സംസാരിക്കുകയും വേണം എന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അവയെ എന്ത് ചെയ്യണം? ഈ വചനങ്ങൾ അവർക്ക് അടയാളമാകുവാൻ തക്കവണ്ണം, അവരുടെ പ്രവൃത്തികളിൽ അടയാളമാകുവാൻ, അവരുടെ ചിന്തകളിൽ അത് അടയാളമാകുവാൻ, അവരുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് സാക്ഷ്യമാക്കി കൊടുക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യമാക്കി കൊടുക്കുന്നത് ഏത് പ്രതികൂലത്തിലും ദൈവവചനത്തോടെ ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കണം. ഇന്ന് നോക്കിക്കേ, ഇന്ന് പല സഭകളിലും, നമ്മുടെ സഭകളിലായാലും വെളിയിലുള്ളയിടത്തായാലും ആഴ്ചയിൽ ഒരിക്കലുള്ള ശബദാരാധന ഒരു പ്രതിനിധി സമ്മേളനം പോലെ നടത്തുന്നതായ കാഴ്ചയാണ്. 3 പേരുണ്ടെങ്കിൽ 2 പേരും വീട്ടിലിരിക്കും, ഒരാളെ പള്ളിയിൽ പോകും. അടുത്ത ആഴ്ച വീണ്ടും പോയവരെ വീട്ടിലിരുത്തി അടുത്ത ആൾ പോകുന്നതായ ഒരു കാഴ്ചപ്പാട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എല്ലാ തരത്തിലും സ്വർഗീയപിതാവിനെ പരിചയപ്പെടുത്തുന്നതിനും അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നത് ദൈവം തരുന്ന അനുഗ്രഹമായിട്ടാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും തക്കവണ്ണം നമ്മളെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മളെ അത് ഉപദേശിച്ചിരിക്കുകയാണ്. മോശ അതാണ് പറയുന്നത്. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഏത് നേരവും നമുക്ക് സംസാരിക്കുവാനുള്ള വിഷയം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നടത്തിപ്പുമായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സാക്ഷ്യമുള്ളവരായിത്തീരുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ഈ സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുടെ ഭവനത്തെ വിട്ടൊഴിഞ്ഞു പോയതുപോലെ അങ്ങനെയുള്ള ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ കാവൽ മാലാഖമാരുടെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മുദ്രയും ഉള്ള ഒരു ഭവനമായിട്ട് ഈ സകല സംഹാരങ്ങളെയും വിട്ടൊഴിയുവാൻ അത് ഇടയാക്കി തീർക്കും. അങ്ങനെയുള്ള ഭവനങ്ങളിൽ അനുഗ്രഹം, സമാധാനം, സ്വർഗീയമായ എല്ലാ നന്മകളും അവരുടെ തലമുറകൾ അനുഭവിക്കുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വിധികൾ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ നമ്മൾ ഭക്തിയുള്ളവരായി അവിടുത്തെ പാദപീഠത്തിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തോട് അനുസരണവും അവിടുത്തോടെ ഭക്തിയും അവിടുത്തെ വിശ്വാസവും നമ്മുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുത്ത് ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം, അനേകം പേർക്ക് അവരൊരു മാതൃകയായി, അവരൊരു അത്ഭുത വിഷയമായി തീരുവാൻ തക്കവണ്ണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആരാധനകളെ ആസ്വാദ്യകരമാക്കുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ ദിവസം പ്രതിയുള്ള രാവിലെയും വൈകിട്ടുമുള്ള ആരാധനയിലൂടെയും ദൈവവചനം അവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെയും അത് സാധ്യമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹകരമായി തീരും. അങ്ങനെ ദിവസേനയുള്ള നമ്മുടെ കുടുംബാരാധന അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനായിട്ട് സ്വർഗീയപിതാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹമേറിയ ഒരാലോചന തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ ഭവനങ്ങൾ
ദൈവത്തിൻ്റെ കാവൽ മാലാഖമാരുടെ ദൈവമേ സംരക്ഷണയിലും ദൈവവചനത്തിൻ്റെ ശക്തിയിലും സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ സകല സൗകര്യങ്ങളും ഞങ്ങളുടെ ആരാധനകളെ ഇല്ലാതെയാക്കുവാൻ സാത്താൻ കൊണ്ടുവരുന്ന കെണിയാണെന്ന് ഓരോ ഹൃദയങ്ങളും മനസ്സിലാക്കി ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ ഈ നാളുകളിൽ അവിടുത്തെ വചനത്താലടിയങ്ങളെ മുദ്രയിട്ട് കൊള്ളുമാറാകണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുദ്രയിട്ട് കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാതെ കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്താൽ സാധ്യമാക്കി തരണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.